എനിക്ക് വിശക്കുന്നു. ആ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കണ്ടെന്ന്. നോക്കാം. അന്നാ അപ്പോൾ ഒരു സ്പെഷ്യൽ കറി, നമുക്ക് ചിക്കൻ കറി, നമ്മുടെ സ്പെഷ്യൽ ഗ്രേവി ഇട്ട് ചിക്കൻ കറി വെക്കാം. എന്നൊരു കുറേ നാളൊരു യൂട്യൂബിൽ ഇട്ടിട്ട് യൂട്യൂബിൽ നോക്കിയാലോ? എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പൊളിക്കാം. ഓക്കെ. നമ്മൾ സ്റ്റൗവിന് തീ കൊടുത്ത് ഈ പാത്രം ഒന്ന് ചൂടാകാൻ വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ആദ്യം വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ഇട്ട് നോക്കാം. തേങ്ങ മൂത്ത് വരുമ്പോൾ കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ മൂത്ത് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാലകൾ ചേർക്കാം. ആദ്യം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോഴത്തേന് മല്ലിപ്പൊടി, മൂത്ത് വരുന്ന മണമുണ്ട്. മല്ലിപ്പൊടി മൂത്ത് വരുമ്പോൾ ഇച്ചിരി മസാലപ്പൊടി, നമ്മൾ പൊടിച്ച മസാലയാണ്. മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ടിട്ട് കാശ്മീരി ചില്ലി, നോർമൽ ചില്ലി, ഇച്ചിരി പെരുംജീരകത്തിൻ്റെ പൊടി. ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഓക്കെ, നമ്മൾ എണ്ണ ചൂടായി ഇതിനകത്ത് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ തേങ്ങാക്കൊത്തായിട്ടുണ്ട്. തേങ്ങാക്കൊത്തായി. ഇനി ഇത് തേങ്ങാക്കൊത്തായതിൻ്റെ സൗണ്ടാണ് ഈ പൊട്ടുന്ന സൗണ്ട് വരുന്നത്. പൊട്ടുന്ന സൗണ്ട് വരുമ്പോൾ ഓർത്തോണം തേങ്ങാക്കൊത്തായി എന്നുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തൊരു സവോള ഇട്ട് കൊടുക്കാം. സവോള നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പിട്ട് കൊടുക്കും. ഓക്കെ, നമ്മളിത് അരച്ച് വെച്ച് സവോള വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. സവോള ഏകദേശം വെന്തു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം, അല്ല അടിച്ച് പിടിക്കും. നമ്മൾ ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത മണം വരുന്നുണ്ട്. നമുക്കകത്ത് ടൊമാറ്റോ ഇട്ട് വലിയൊരു ടൊമാറ്റോയാണെങ്കിൽ ഒരെണ്ണം മതി. കുഞ്ഞു ടൊമാറ്റോ ആകുമ്പോൾ 2-3 വലിയ പുളിയില്ലാത്ത ടൊമാറ്റോ. ഓക്കെ, നമ്മൾ ടൊമാറ്റോ എല്ലാം വെന്ത് അരിഞ്ഞ് ചേർന്ന് ഇനി നമുക്ക് മസാല മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സെൻറ്ററിൽ ഇച്ചിരി ഗ്യാസ് വെച്ചിട്ട് മസാല ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ മുളക് പൊടി, എരിയോളം മുളക്, ഒരു 2 ടേബിൾ സ്പൂൺ
മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, മീറ്റ് മസാലപ്പൊടി, ഇപ്പം കുരുമുളക്, ഇച്ചിരി കാശ്മീരി മുളക്, ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി ഇച്ചിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കും. മസാല എല്ലാം ഇതായി പിടിക്കുന്നതിന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കഴിക്കും. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിച്ചാൽ ചിക്കന് തന്നെയാണ്. ചിക്കനിന് അധികം വെള്ളം നമുക്ക് ഇറങ്ങി കിട്ടില്ല, അപ്പോൾ നമുക്ക് ചൂട് വെള്ളം ഒഴിച്ചു, ചൂട് വെള്ളം അടിച്ചു. നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ 15 മിനിറ്റ് ആയി. 15 മിനിറ്റ് കൊണ്ട് ചിക്കൻ വേണ്ടത് എണ്ണയിടാൻ തെളിഞ്ഞു വേണം. നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ഗ്രേവി ഇത് നമുക്ക് 2 സ്പൂൺ നമ്മൾ കൊടുക്കാം. നമ്മളിടയ്ക്ക് ഇത് വറുത്തരച്ചങ്ങ് ഫ്രിഡ്ജ് വെച്ചാൽ മതി, കുറേ കാലം ഇരിക്കും. 2 മാസം 3 മാസം ഫ്രീസായിട്ടിരിക്കും. ഇത് ഏത് കറിക്ക് വേണം ചിലപ്പോൾ. ഏത് കറി എന്ന് പറഞ്ഞാൽ മീറ്റായിട്ടുള്ള ഏത് കറിക്ക്, മീറ്റിന് ഇറച്ചി, കോഴി, പോർക്ക് എല്ലാത്തിനും ചേരുന്ന ഒരു ഗ്രേവിയാണ്. ഈ ഗ്രേവി ഈ മസാല ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് വേറൊരു ലെവൽ ടേസ്റ്റ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. തേങ്ങ വറുത്ത് അതിനകത്ത് ഉള്ളിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാലയുടെ പൊടി, അല്ലെങ്കിൽ ഗരം മസാല, ഈ ഹോൾ മസാല ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് വറുത്ത് അരച്ച് എടുക്കും. വെള്ളം ഒഴിക്കാതെ അരക്കണം. പുതുള്ളി വെള്ളം പോലും ഒഴിക്കാതെ മിക്സിയിൽ അരച്ചെടുക്കണം. ഈ ഗ്രേവി ചേർത്താൽ ഭയങ്കര ടേസ്റ്റ്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഗ്രേവി ഒന്നുമില്ല, നമ്മൾ തിളച്ച് കിടന്നുകൊണ്ട് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. അത്ര വലിയ ഗ്രേവിയില്ല, തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ്. ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത ചിക്കൻ കറി. അത് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. ഞങ്ങൾ കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജർമ്മിക്കുള്ള നല്ല രസമാണ്. ഉപ്പുണ്ട്, എരിവ് കറക്റ്റാണ്.
മസാല ലാസ്റ്റിൽ ചേർത്ത മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവും.